എന്തായാലും ഓണാഘോഷ പരിപാടി പെടണേ കേട്ടോ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. വളരെ നമ്മുടെ പ്രശാന്താണ്. നമ്മുടെ ഈ വർഷത്തെ ഓണം വളരെ സങ്കടകരമായിട്ടൊരു ഓണമാണ്. കാര്യം നമ്മുടെ വയനാട് ദുരന്തം. എന്നാലും ആഘോഷിക്കുന്നവർ ആഘോഷിക്കുന്നുണ്ട്. ആഘോഷത്തിനൊരു കുറവില്ല. ആഘോഷത്തിനൊരു കുറവില്ല. ഇതിപ്പോ കനകക്കുന്ന് കൊട്ടാരമാണ് നമ്മുടെ. കനകക്കുന്ന് കൊട്ടാരത്തില് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ എക്സിബിഷൻ. ഇത് ഇവിടെ നിങ്ങൾ തന്നെ ഉണ്ടാക്കണാണോ അതോ നിങ്ങൾ തന്നെ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. ഇതൊക്കെ എന്താ? ഇത് തുണി തന്നെയല്ലേ? ഇതില് വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ടാക്കണതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതെത്ര ഇപ്പം ഇന്ന് നമ്മളെ തുടക്കം അന്ന് മുതലുണ്ടല്ലേ? ഇന്നലെ വന്നാണ്. ഓക്കെ ഓക്കെ. എങ്ങനെ നല്ല ബിസിനസ് നല്ല എങ്ങനെ പോണുണ്ട്? എക്സിബിഷൻ. ഓക്കെ ഓക്കെ, ശരി ഓക്കെ. അല്ല കൊള്ളാം. നല്ല 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 പ്രോഡക്റ്റ്. നിങ്ങൾ കുറച്ച് ആൾക്കാർ വെച്ച് ഇരിക്കാതെ വരുമ്പോഴേ ഒന്ന് സംസാരിക്കാൻ അവര് കുറച്ച് അടുത്ത് വരും. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ അവരും ഇങ്ങനെ പെട്ടെന്ന് പാസ് ചെയ്ത്. ഇത് വേസ്റ്റിലാണ് ഉണ്ടാക്കണതെന്ന് തോന്നുന്നില്ല അല്ലേ? അതെ അതെ, നല്ല എല്ലാം കൊള്ളാം. വേസ്റ്റ് മെറ്റീരിയൽ. ഇത് പഴയ കാലഘട്ടത്തില് പിന്നെ വീട്ടുകളിലൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അതെ, നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അതെ അതെ അതെ. എന്താണ് സൂപ്പർ. അത് കൊള്ളാം. സൂപ്പർ അല്ലേ? സൂപ്പർ. സൂപ്പർ. ഇത് എത്രയാണ്? ഇത് നിങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ? സെയിലല്ല. സെയിലല്ല അല്ലേ? ഷോമാണ്. ഡെമോൺസ്ട്രേഷൻ. ഓ അതെ അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ, അതിനെ പറ്റി. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇത് നമ്മളിപ്പോ കണ്ട ഇതെന്ന് വെച്ചാൽ വേസ്റ്റ് തുണിന്ന് ഓരോ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി അവര് നമുക്ക് കാണിച്ചു തരാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. എത്ര നാളാണ് ഈ കനകുന്ന് കൊട്ടാരത്തിൽ? ഇതിപ്പോ ഒരാഴ്ചയായി. അല്ല, നീ എത്ര നാളായി ഈ കനകുന്നിൽ വന്നിട്ട്? ഞാൻ എന്റെ കൊച്ചു പ്രായത്തില് ഞാൻ വന്നിട്ടുണ്ട്. കൊച്ചില് കുഞ്ഞുകുട്ടിയായിരുന്നപ്പം. നീ വന്നിട്ടില്ലേ? അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. കാര്യം സമയം കിട്ടണ്ടേ. നമ്മളിങ്ങനെ ജോലിയും അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോണോണ്ട് നല്ല അടിപൊളി. ഇപ്പൊ ചെറിയൊരു മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ചെറിയ ചാറ്റിലും മഴ. നല്ല രസമുണ്ട്. നല്ല മഴയും ചായയും പരിപ്പോടെയും സൂപ്പറായിരിക്കും. നല്ല കടുപ്പമുള്ള ചായ, അതായത് കടുപ്പത്തില് നല്ല മധുരവും കൂട്ടി ഒരു ചായ കുടിച്ചാൽ സൂപ്പറായിരിക്കും. ഓക്കെ, ഇന്നത്തെ പരിപാടി എന്താണ് നോക്കണേ? ഏഷ്യാനെറ്റിന്റെ, അതായത് നമ്മുടെ 13/9/2004 നമ്മള് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നിപ്പം 21/22 ലാസ്റ്റ് ഡേ ആണ്. അവരെല്ലാരും കൂടെ ഉള്ളത് പാട്ടുണ്ട്. ഇതിലെ റൗണ്ട് അടിച്ച് ഇതാ വരുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അതായത് ഞങ്ങളുടെ
തിരുവനന്തപുരം സിറ്റിക്കകത്ത് പ്രിന്റിങ് നടക്കണമെങ്കിൽ പുള്ളി വിചാരിക്കണം അതായത് പ്രസ്സുകളുടെ രാജാവാണ്. രാജാവാ മന്ത്രിയാ അതെന്ന് പറഞ്ഞോളൂ. ഈ പ്രസ്സുകൾ നിലനിന്ന് പോണത്, അതായത് കടം കൊടുക്കണത് ഞാൻ തന്നെ ഒരു ഞാൻ ഇടയ്ക്കൊരു മിഷൻ വാങ്ങിച്ചു, ഒരു നമ്പറിംഗ് മിഷൻ. എന്നിട്ട് 1000 രൂപ കൊടുത്ത് 5400 രൂപ കണ്ടുള്ള സാധനം, 800 രൂപ സാധനം ഞാൻ 16 പ്രാവശ്യമായിട്ട് അവസാനം ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് പുള്ളി ചോദിക്കില്ല, അതിനുള്ള ബുദ്ധി പുള്ളിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ലാസ്റ്റില് ഈ പിന്നെ വേണ്ട എന്റെ രാജ എന്താ ഇവിടെ ചുമ്മാ ഞങ്ങളും ഇങ്ങനെ ബോധമില്ലാതെ വന്ന് പെട്ടതാണ്, അല്ല ബോധത്തോടുകൂടി വന്നതല്ല. ഇങ്ങനെ കറങ്ങി വന്ന് നിങ്ങൾ എന്തോ നിന്റെയാണ് വ്യാപാരി ദിവസമായിട്ട് ഇവരെല്ലാം വ്യാപാരി വ്യവസായം. മീറ്റിംഗ് കഴിച്ചിട്ട് നേരെ എന്തായാലും കൊള്ളാം, കണ്ടതിന് സന്തോഷമുണ്ട്. താങ്ക് യു. 1,40,000 രൂപ ചെക്ക് വരുന്നതാണ്. ഓക്കെ, ബൈ. പ്രശാന്ത്, നമ്മൾ രണ്ടുപേരുമായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന വ്ളോഗാണ്. ആൾക്കാരെ കൊണ്ട് പലതും പറയിപ്പിക്കാൻ. നീ അന്തന്റെ ലക്ഷണമുണ്ട് കണ്ണാടി വെച്ചപ്പോ. കൊള്ളൂല്ലേ? സൂപ്പറായിട്ട്. അവരും പറഞ്ഞില്ല കൊള്ളാന്ന്. ആരാ പറഞ്ഞത്? അവര് പറഞ്ഞു കൊള്ളാം. ഏതാണ് എവര് അങ്ങനെ പറയാൻ സാധ്യതയില്ല. പറയും. ഈ കണ്ണാടി കൊള്ളൂല്ലേ? അല്ല കണ്ണാടി ഓക്കെ അല്ലേ? സൂപ്പർ കേട്ടോ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ പൈസ കൊടുത്ത ഒരാളെ കൊണ്ട് കൊള്ളാന്ന് പറയിപ്പിച്ച് കണ്ണാടി സൂപ്പർ ആയിരിക്കും നമുക്ക് പറയിപ്പിച്ച്. ഹലോ ഇപ്പോഴേ നമ്മുടെ പ്രളയം നടന്ന സ്ഥലം പോയിട്ടുണ്ടോ? പ്രളയം നടന്ന സ്ഥലം എവിടെയെന്ന് അറിയാവോ? അല്ല, ഊട്ടി. വയനാട്. ഊട്ടിയല്ല, വയനാടാണ്. ഊട്ടി എന്ന് പറഞ്ഞാൽ നമ്മള് അതാണ് കറക്റ്റാണ്. എങ്ങനെ? വയനാട് മുണ്ടയിൽ. മുണ്ടയ്ക്കൽ മുണ്ടയ്ക്കല്ല, അത് മുണ്ടയ്ക്കൽ ശേഖരൻ. അതെ. മോളെ പേരെന്താ? പേര് പറഞ്ഞു. എവിടെ സ്ഥലം? ഇവിടെ ഒറ്റയ്ക്ക് വന്ന് ആരെങ്കിലും ഉണ്ടോ കൂടെ? ഇത് പോലീസാണോ? ഓക്കെ, ഹാപ്പി ആണോ? ഹാപ്പി ആണോ?